നസ്ലിൻ ഇങ്ങനെ ഒരു ഷോട്ട് എടുത്താലോ? നമുക്ക് ഷൈജുവിനെ കുളത്തിൽ ചടിച്ച് നീന്തി വരുന്ന എടുത്താലോ ആദ്യ ഷോട്ട്? വേണ്ട വേണ്ട വേണ്ട, നീന്ത അറിയില്ലായിരിക്കും. അയ്യോ പയ്യാടി എന്താ കാട്ടിന്ന് വരുന്നു? എന്താ പരിപാടി? നസ്ലിൻ താങ്കൾ ഇത്രയും നേരം എവിടെ പോയി അടയിരിക്കുകയായിരുന്നു? റേഷൻ കട. മലയാള സിനിമയിലെ നസ്ലിൻ റേഷൻ കടയിൽ പോവേ. ഈ ലോകേഷ് കനകരാജനും രാജേഷ് മൗലിയും റേഷൻ കടയ്ക്ക് പോവില്ലയോ? ഷൂട്ടിന് കൃത്യസമയത്ത് വരാൻ നോക്കണം. ആദ്യം 6 മണിക്ക് വരണം, 6 മണിക്ക് എത്തണം, അല്ലാണ്ട് 7 മണിക്കല്ല വരേണ്ടത്. പഞ്ച്വൽ നടാ. എനിക്കിനി റേഷൻ കട മണ്ണെണ്ണ വാങ്ങാൻ പോകണം. എടാ എന്താ പ്രശ്നം എന്നറിയോ? നമ്മുടെ വീഡിയോസിൽ ഹുക്ക് കുറവാണ്. നമ്മുടെ എല്ലാ വീഡിയോസിലും ഹുക്കിട്ട് നിറയ്ക്കണം. കുക്കട്ട് നിറയ്ക്കാനത് ജാക്കറ്റ. എടാ ഇവനെ നീ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്നോ? ഈ അഭിനയമോഹം മനസ്സിലുണ്ടായ പോരാ, കഷ്ടപ്പെടണം. നീ കേട്ടിട്ടില്ലേ, ആക്ടിങ് ഈസ് വാട്ട് റിയാക്ടിങ് ഇറ്റ് ഈസ് ബിഹേവിയർ. ഡു യു നോ സ്റ്റാൻ സ്ലോവ്സ്കി സെഡ് അബൌട്ട് ആക്ടിങ്? ഇല്ല, എന്തായിരുന്നു? എടാ അതാണ് ഇവിടുത്തെ പ്രശ്നം. ഹുക്കല്ലേ, ഹുക്ക് നോക്കാം. അടുത്ത കണ്ടന്റ് ഷോട്ട് നമുക്ക് എവിടെ നിന്ന് പ്ലാൻ ചെയ്യാം? 5 ക്യാമറ വൈഡ് ലെൻസ് ഇട്ട് വെച്ചേക്കാം. നമുക്ക് ഈ സീനിന്റെ ഗ്രാൻഡോർ എങ്ങനെ വർക്കൗട്ട് ആവും എന്നാണ് നോക്കേണ്ടത്. ഓക്കെ, കംപ്ലീറ്റ് ടി വിക്കാരും പത്രക്കാരും വന്നിട്ടല്ലോ. അയ്യപ്പ, നമുക്ക് കുറച്ച് ത്രില്ലിംഗ് ആവട്ടെ എന്ന് കരുതി റാമ്പിൽ നിന്ന് ബൈക്ക് ജമ്പ് ചെയ്ത് വരുമ്പോൾ 2 സൈഡ് എക്സ്പ്ലോഷൻ ഉണ്ടാവും. ബോംബ്. അത് നമുക്ക് ഗ്രാഫിക്സിൽ ആഡ് ചെയ്യാം. പിന്നെ 3 കാറുകൾ ഓവർടേക്ക് ചെയ്ത് ബൈക്ക് ലാൻഡ് ആവും. കേട്ടിട്ട് ചാർജായി. ഇത് എങ്ങോട്ടാണ് കയറി പോണത് മകനെ? നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് സുമന്റെ ക്യാമറയും 85 ലെൻസും റെന്റിനെടുത്ത മൈക്കുമാണ്. നീ ഇരുന്നിട്ട് കാല് നീട്ടും. അയ്യപ്പ, ഞാൻ അതിൽ വിട്ടുപോയി. അപ്പോ നമ്മുടെ അടുത്ത റീലിലെ നായകൻ ആരാ? അവനാണ് എന്റെ നായകൻ. പോസ്റ്റ് കളിക്കാണ്ട് ഇങ്ങോട്ട് വേടാ.